കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. ഇലോൺ മസ്ക് ഇത്തരത്തിലുള്ള സ്ട്രക്ചർ മാർസിൽ കണ്ടുപിടിച്ച പിന്നെയാണ് മാർസിലേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെ ഇലോൺ മസ്ക് എത്തിയെന്നുള്ള രീതിയിലാണ് ശരിക്കും ആ ഒരു പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ് വളരെയധികം വൈറലായി പോയത്. നിങ്ങളിപ്പോൾ ആ പോസ്റ്റിൽ കണ്ട ഒരു ഇമേജ് മാർസിന്റെ സർഫസിലുള്ള ഒരു ഇമേജ് ആണ്. ഈ ഇമേജ് ശരിക്കും എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അതായത് ഇത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് അല്ല, അതിന്റെ കൂടുതൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. അതുകൊണ്ടാണ് വളരെ ക്രിസ്പും ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇതിന്റെ സാധാരണ ഇമേജും കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ സാധാരണ ഇമേജ് നോക്കിയാൽ നമുക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിക്കാം. അതായത് നാച്ചുറലി ഒരിക്കലും ഇതേപോലെ റൈറ്റ് ആംഗിൾസ് വരില്ല. അതിനോടൊപ്പം ഈ റൈറ്റ് ആംഗിളിന്റെ മറ്റുള്ള ഭാഗങ്ങളും നമുക്ക് ഈ ഒരു ഇമേജ് നോക്കി കാണാൻ പറ്റും. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ പോലത്തെ ഒരു സ്ട്രക്ചർ മാർസിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഞാൻ പറയുന്നത്. ഇതിപ്പോ ഞാൻ പറയുന്നതല്ല, മാർസിൽ നിന്ന് ലഭിച്ച ഫോട്ടോഗ്രാഫ്സ് ആണ് ശരിക്കും ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി തോന്നുന്നത് ഈജിപ്തിൽ കണ്ടുവരുന്ന ഈ ഒരു സ്ട്രക്ചറാണ്. അതായത് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പിരമിഡ് ആണ് ശരിക്കും ഇത്. ഇതിന്റെ പേരും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഈജിപ്തിൽ കണ്ടുവരുന്ന ഈ ഒരു സ്ട്രക്ചറിന്റെ ഏരിയൽ വ്യൂവും മാർസിൽ കണ്ടുവരുന്ന ആ ഒരു സ്ട്രക്ചറിന്റെ ഏരിയൽ വ്യൂ, അവിടെ ഏരിയൽ വ്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ ഏരിയൽ വ്യൂവിൽ നമ്മൾ സൈഡ് ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ടും വളരെ സിമിലർ ആയിട്ടുള്ള ഇമേജസ് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഈജിപ്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതൊരു പിരമിഡിന്റെ ബേസ് മാത്രമാണ്, അതിന്റെ മുകളിലേക്ക് പണി തീർത്തിട്ടില്ല. അതായത് സ്ക്വയർ ആയിട്ടുള്ള ഒരു ബേസ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിരമിഡ്സ് എന്നത് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് മാർസിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മാർസിൽ പണ്ട് ജീവിച്ചിരുന്ന ഒരു സിവിലൈസേഷന്റെ റെമിനിസൻസ് ആണെന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. ഇതിപ്പോ ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇതിപ്പോ എന്താണ്, ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണുള്ള കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം. മനുഷ്യരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് ഷേപ്സും കാര്യങ്ങളെല്ലാം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കി നിൽക്കാന്ന് വിചാരിച്ചാൽ ഈ സമയത്ത് മേഘങ്ങൾ പല റാൻഡം ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ ഇങ്ങനെ ഫോം ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ട്രയാങ്കിൾ രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും, ചിലപ്പോൾ ഒരാളുടെ മുഖത്തിന്റെ ഷേപ്പിൽ നിൽക്കുന്ന കാണാൻ പറ്റും, ചിലപ്പോൾ ഒരാളുടെ രൂപത്തിൽ നിൽക്കുന്ന കാണാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ റാൻഡം ആയിട്ടുള്ള ഒക്കറൻസ് മാത്രമാണ്. അതായത് നമ്മുടെ കണ്ണുകൾ ശരിക്കും ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഷേപ്പുകൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കുറെ നേരം നോക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ഷേപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഇങ്ങനെ വരിക. അതൊരു ചീത്ത കാര്യമല്ല, മനുഷ്യരുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ് മാത്രമാണ് അത്. ശരിക്കും നമ്മൾ അങ്ങനെയാണ് ശരിക്കും ചിന്തിക്കുന്നത്. ഇതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഈ കാണുന്നത് മാർസിന്റെ സർഫസിലത്തെ ഒരു ഫോട്ടോ ആണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തായിട്ടാണ് തോന്നുന്നത്? ഒരു മനുഷ്യന്റെ തലയായിട്ടാണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അതായത് ഒരു രണ്ട് കണ്ണ് കാണാൻ പറ്റും, ഒരു മൂക്ക് കാണാൻ പറ്റും, വായ പോലത്തെ ഒരു ഷേപ്പ് കാണാൻ പറ്റും, മൊത്തത്തിൽ ഒരു മുഖത്തിന്റെ ഒരു ബൗണ്ടറി കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ തലയാണ് ശരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 1976 വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ഇത് ആദ്യം കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് മാർസിൽ ജീവിച്ചിരുന്ന ഒരു സിവിലൈസേഷന്റെ ബാക്കിയാണ്, അതായത് അവരുണ്ടാക്കിയ ഒരു സംഭവമാണെന്നാണ് ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. കാരണം ആ കാലഘട്ടത്തെല്ലാം ഒരുപാട് ആൾക്കാർ മാർസിൽ ലൈഫ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ ഡിബേറ്റ് ആയിരുന്നു. ആ കാലഘട്ടത്തെല്ലാം റിസർച്ച് ഡേറ്റ ഒക്കെ വളരെയധികം ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ മാർസിൽ ലൈഫ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഇമേജ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ശരിക്കും വേൾഡ് ഫേമസ് ആയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ കാലത്തെ പത്രങ്ങളിൽ വന്നു, റേഡിയോയിലൊന്നു, ടിവിയിലൊന്നും ലോകം മുഴുവൻ സ്പ്രെഡ് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും അത്. പക്ഷേ ഇതേ സ്ഥലത്ത് തന്നെ വെച്ച് എടുത്ത മറ്റുള്ള ഇമേജസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ തലയായിട്ട് തോന്നുന്നുണ്ടോ? ഇത് ക്ലിയർലി ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ മാത്രമായിരുന്നു. അതായത് നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഷേപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതേപോലെ ഫേസിന്റെ ഷേപ്പ് അല്ല നമ്മൾ ഇതേപോലെ ടെറൈനിലൊക്കെ കാണുമ്പോൾ നമ്മൾ നാച്ചുറലി അത് മുഖത്തിന്റെ ഷേപ്പ് ആയിട്ടേ കാണുള്ളൂ. അത് ശരിക്കും നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നാൽ അതുപോലത്തെ തന്നെ സിറ്റുവേഷൻ ആണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഈ കാണുന്ന ഒരു റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ അത് ശരിക്കും ഫോം ചെയ്തേക്കുന്നത് ഒരു നാച്ചുറൽ കോസ് ആവാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, മാർസിൽ പണ്ട് പുഴകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഭൂമിയിലുള്ള പോലെ തന്നെ പുഴകളും കായലുകളും വാട്ടർ ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു സ്ഥലമായിരുന്നു ശരിക്കും മാർസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്തോ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഇവന്റ് മാർസിൽ സംഭവിക്കുകയും മാർസിലത്തെ ടെമ്പറേച്ചർ വളരെയധികം കുറയുകയും ചെയ്തു. അങ്ങനെ മാർസിൽ കണ്ടുവന്ന ലിക്വിഡ് വാട്ടർ എല്ലാം ഐസ് രൂപത്തിലായിട്ട് മാറുകയും ചെയ്തു. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് മാർസിലെ രണ്ട് പോളുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ, അതായത് നോർത്ത് പോളും സൗത്ത് പോളും എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഐസ് ഫോർമേഷൻ കാണാൻ പറ്റും. വെള്ളം നാച്ചുറലി ഒഴുകി കഴിഞ്ഞാൽ അവിടെ റിഡ്ജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതായത് അരികും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളിപ്പോ ഈ ഫോട്ടോസിലൊക്കെ കാണുന്നത് നമ്മുടെ ഭൂമിയിൽ വെള്ളം നാച്ചുറലി ഒഴുകിയപ്പോൾ ഉണ്ടായ ഫോർമേഷൻസ് ആണ്. അതായത് കറക്റ്റ് 90 ഡിഗ്രിയിൽ റൈറ്റ് ആംഗിൾസിൽ ഉണ്ടായ ഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഇമേജസ് നോക്കി കാണാൻ പറ്റും. ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇവന്റ് മാർസിൽ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്.
അതായത് നമ്മുടെ ഇന്റർനെറ്റ് മുഴുവനും ആഘോഷം നടക്കുന്ന ഒരു വൈറൽ പോസ്റ്റ് ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളം ഒഴുകി പോയതിന്റെ ഒരു പാട് മാത്രമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വേറൊരു പോസിബിലിറ്റി ഉണ്ടാവും, മാർസിൽ ഇതേപോലെ വളരെ സിവിയർ ആയിട്ടുള്ള കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. ഈ കാറ്റ് കാരണം മണല് ഒരു സ്ഥലത്തേക്ക് നീങ്ങിയതായിരിക്കാം. ഇതിപ്പോ ഹൈ റെസല്യൂഷൻ ഇമേജസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അടുത്തേക്ക് പോയി നോക്കാൻ പറ്റില്ല. ഈ ഒരു സ്ക്വയർ ഫോർമേഷന്റെ യഥാർത്ഥ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട്. അത് അത്യാവശ്യത്തിൽ കൂടുതൽ വലിയൊരു സംഭവമാണ് ശരിക്കും ഇത്. ഈ 3 കിലോമീറ്ററിന് അത്രയും വലിപ്പമുള്ള ഒരു സംഭവം നമുക്ക് ഈ ഒരു ഇമേജസിലൂടെ കാണാൻ കഴിയുന്നത് ഇത്രയും ചെറിയ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഇംപെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് മിക്കവാറും ഇത് ഏതെങ്കിലും ഒരു നാച്ചുറൽ കോഴ്സിൽ ഉണ്ടായ ഒരു സംഭവമാകാനാണ് സാധ്യതകൾ കൂടുതൽ. 1996 മാർസ് ഗ്ലോബൽ സർവേയർ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് മാർസിലേക്ക് അയച്ചു. ഇതിന്റെ മെയിൻ ദൗത്യം എന്താ വെച്ചാൽ മാർസിന്റെ സർഫസിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സാറ്റലൈറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു പോളാർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ആണ്. അതായത് ഈ ഒരു സാറ്റലൈറ്റ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഇങ്ങനെ ചുറ്റുന്ന തരത്തിലുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. അതായത് നമ്മൾ സാധാരണ സാറ്റലൈറ്റ് പോലെ ഇങ്ങനെയല്ല പോകുന്നത്, നോർത്തിൽ നിന്ന് ഇങ്ങനെ സൗത്തിലേക്ക് പോകുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. അതിനാണ് പോളാർ സാറ്റലൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു സാറ്റലൈറ്റിന്റെ ഗുണം എന്താണെന്നറിയോ? ഈ ഒരു സാറ്റലൈറ്റ് നോർത്ത് പോളിൽ നിന്ന് ഇങ്ങനെ സൗത്ത് പോളിലേക്ക് ഇങ്ങനെ വരും തോറും ഓരോരോ ഫോട്ടോസ് വെച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അതായത് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എന്റെ ഓപ്പോസിറ്റ് സൈഡും അവിടെ ഫോട്ടോ എടുക്കും. ഇതിപ്പോ നോർത്തിൽ നിന്ന് സൗത്ത് വരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റും കൂടിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്ലാനറ്റ് അതായത് മാർസ് ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അപ്പോൾ ഓരോ തവണയും ഈ സാറ്റലൈറ്റ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുമ്പോൾ അത് ഡിഫറെന്റ് ആയിട്ടുള്ള പാത്തുകളുടെ ഫോട്ടോസ് ആയിരിക്കും എടുക്കുന്നത്. അതായത് ഈ ഒരു പ്ലാനറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഓരോ തവണയും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുമ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങളുടെ ഫോട്ടോസ് ആയിരിക്കും എടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും തോറും മാർസിന്റെ സർഫസിന്റെ ഒരു കംപ്ലീറ്റ് മാപ്പ് നമുക്ക് കിട്ടും. അതായത് മാർസിൻ സർഫസിന്റെ ഒരു ഹൈ റെസല്യൂഷൻ ഫോട്ടോ നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിച്ച ഒരു ഫോട്ടോയിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഈ കാണുന്നത് മാർസിൽ കണ്ടുവരുന്ന ഒരു സ്മൈലി ഫേസ് ആണ്. 2 കണ്ണും കാണാൻ പറ്റും, ഒരു ചിരി നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഇതും കാണാൻ പറ്റും. പിന്നെ ഒരുപാട് കാലം നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരെല്ലാവരും കൊട്ടുഘോഷിച്ചുകൊണ്ട് നടന്ന ആ ഒരു സംഭവം, അതായത് മാർസിൽ ഒരാൾ ഇരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൊട്ടുഘോഷിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വളരെയധികം വൈറലായി പോയൊരു സംഭവം കൂടിയാണത്. ഈ ഒരു ഇമേജ് നോക്കി കഴിഞ്ഞാൽ ഒരാൾ പാറ പുറത്ത് കുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ തോന്നൽ മാത്രമായിരുന്നു. അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ചു തരുന്ന ഒരു പോസ്റ്റാണ് മാർസിൽ ഇങ്ങനെ ലൈഫ് കണ്ടുവരുന്നതിനെ പറ്റിയുള്ള ഒരുപാട് തെളിവുകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിക്കോട്ടെ, ഒരുപാട് ഷോർട്ട് വീഡിയോസ് ആയിക്കോട്ടെ. ശരിക്കും അതിന്റെ റീസൺ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഇതേപോലുള്ള പോസ്റ്റുകൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.